രണ്ട് എക്സർസൈസുകളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ണിനുള്ളത്, ഒന്ന് ചെവിക്കുള്ളത്. ഇത് രണ്ടും ചെയ്യാണ് നല്ലത്. കാരണം ഇത് രണ്ടും പരസ്പരം കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് 87 വയസ്സായവർക്ക് വരെ കണ്ണിൻ്റെ തിമിരമൊക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. ചെവി കേൾവി പുരോഗമിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കണ്ണിൻ്റെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അതിനോടുകൂടി ചെവിയുടെ ഒരു ഏതാനും മിനിറ്റുകളെ വേണ്ടു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങാം. ആദ്യം കണ്ണിൻ്റെ. കണ്ണ് ആദ്യം എന്താ, ഇടത് കൈയിൻ്റെ തമ്പ് കണ്ണിൻ്റെ നേരെ അടുത്തേക്ക് കൊണ്ടുവരിക. വലത് കൈയുടെ തമ്പ് നേരെ അകലേക്ക് കൊണ്ടുപോകാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ആദ്യം അല്പനേരം വലത് കൈയിൻ്റെ അകലെയുള്ള തമ്പിലേക്ക് നോക്കാം. 1 2 3. ഇനി അടുത്തുള്ള തമ്പിലേക്ക് നോക്കാം. 1 2 3. അങ്ങനെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് കൈ വിരിച്ച് പിടിക്കുക. എന്നിട്ട് തല തിരിക്കാതെ, തല എപ്പോഴും നേരെ പിടിച്ചോളണം. കണ്ണ് മാത്രം വലത് കൈയുടെ തമ്പിലേക്ക് കൊണ്ടുപോവാം. 1 2 3. ഇനി പതുക്കെ കൊണ്ടുവന്ന് ഇടത് കൈയുടെ തമ്പിലേക്ക് നോക്കുക. തല തിരിയരുത്, കഴുത്ത് തിരിയരുത്. 1 2 3. ഇങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇനി നേരെ ഉയർത്തിക്കൊണ്ട് ഒരു ആംഗിൾ, വലത് കൈ മുകളിലത്തെ ആംഗിളിലും ഇടത് കൈ താഴത്തെ ആംഗിളിലും കൊണ്ടുവരിക. തല നിർത്തി പിടിക്കുക, കഴുത്ത് തിരിയാതെ തന്നെ. വലത് കൈയുടെ തമ്പിലേക്ക്, തമ്പിൻ്റെ നെയിലിലേക്ക് 1 2 3. ഇനി ഇടത് കൈയുടെ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇടത് കൈയുടെ കൈ പൊക്കുക കോർണറിലേക്ക്, വലത് കൈയുടെ താത്തി കൊണ്ടുവന്ന് കോർണറിലേക്ക് കൊണ്ടുപോകുക. തല തിരിക്കാതെ കണ്ണ് ഇടത് കൈയുടെ മുകളിലുള്ള തമ്പിലേക്ക് കൊണ്ടുപോകുക. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ. ഇനി റൊട്ടേഷനാണ്, കണ്ണിൻ്റെ റൊട്ടേഷൻ. അത് വലത് കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ച് കൈ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴുത്ത് തിരിയരുത്, കണ്ണ് മാത്രം ആ തമ്പ് അതിൻ്റെ നെയിലിൽ നഖത്തിൽ നോക്കി നമ്മുടെ കണ്ണും റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇതായി ഇങ്ങനെ വളരെ സാവകാശം 3 പ്രാവശ്യം ചെയ്യുക. ഇനി ഇടത് കൈയുടെ തമ്പ് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. കണ്ണ് കഴുത്ത് തിരിക്കാതെ തല നേരെ പിടിച്ച് കണ്ണ് മാത്രം നഖത്തിൽ നോക്കി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ എക്സർസൈസ് കണ്ണിൻ്റെ കഴിഞ്ഞു. ഇനി കണ്ണിന് തന്നെ പാമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. 2 കൈപ്പത്തിയും ചൂടാക്കി കണ്ണ് അടച്ച് പിടിക്കുക. കണ്ണിലേക്ക് മർദ്ദം വരരുത്. കൈ കണ്ണിൽ ടച്ച് ചെയ്യാതെ തന്നെ കവിഴ്ത്തി പിടിച്ച് അല്പം നേരം ചൂടാക്കുക. വീണ്ടും കൈ ചൂടാക്കുക. കണ്ണിൽ വയ്ക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡ് വയ്ക്കാം, കൈയുടെ ചൂട് പോണ വരെ. അങ്ങനെ 3 പ്രാവശ്യം
ചെയ്യുക. ഇനി നമ്മൾ കണ്ണിന് വേണ്ടി തന്നെ ചെയ്യാനുള്ളത് ഈ 2 ചൂണ്ടാണി വിരലുകൾ, ഇൻഡെക്സ് ഫിംഗേഴ്സ്, അത് ഈ പുരികം, കണ്ണിൻ്റെ പുരികത്തിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വലത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഈ വാൽക്കണ്ണിൽ വിരൽ വെച്ചിട്ട് മുകളിലേക്കും താഴത്തേക്കും, മുകളിലേക്കും താഴത്തേക്കും, മുകളിലേക്കും താഴത്തേക്കും 3 പ്രാവശ്യം കാണിക്കുക. ഇനി താഴെ ഇവിടെ ഒരു എല്ല് കാണാം, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചൂണ്ടാണി വിരൽ വെച്ച് അതിൽ നിന്ന് വലത് വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഇടതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഈ ചൂണ്ടാണി വിരലും തന്തവിരലും കൂടിയും ഈ മാതിരി പിടിച്ച് കണ്ണിൻ്റെ ഈ മൂക്കിനോട് ചേർന്ന് അവിടെ കാണുന്നൊരു ചെറിയ മുഴ കാണും. അവിടെ 1 2 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. ഒന്നുകൂടി പാമിങ് ആവാം. കൈ ചൂടാക്കി പാമിങ് 3 പ്രാവശ്യം പാമിങ് നടത്താം. ഇനി ഈ കൈ തലയൊക്കെ ഒന്ന് തലോടി ചെവിയുടെ എക്സർസൈസിലേക്ക് നമ്മൾ കിടക്കാണ്. തലയൊക്കെ തലോടി ഈ തന്തവിരൽ ഇവിടെ കാണുന്ന ഈ മുഴച്ച എല്ലിൽ ഉറപ്പിക്കുക. ഇനി മറ്റ് വിരലുകൾ കൊണ്ട് തലയുടെ പുറകുവശം വലിയ ഒച്ചയല്ലാതെ ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തിരിഞ്ഞു നിൽക്കാം, അപ്പം നിങ്ങൾക്ക് കണ്ടു. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ. ഇനി 2 ഇൻഡെക്സ് ഫിംഗേഴ്സ്, ചൂണ്ടാണി വിരലുകൾ, ഇവിടെ ഈ ലോബ്, ഈ കുഞ്ഞിച്ചെവി എന്ന് പറയുന്ന ഈ ഭാഗം, അതിൻ്റെ ആ കുഴിയിലേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവരിക. 2 വിരലും അമർത്തി പിടിക്കുക. എന്നിട്ട് അടിക്കുക വിരലുകൊണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പ്രാവശ്യം അടിക്കുക. അതിനുശേഷം ഈ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടാണി വിരലുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അമർത്തുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹമ്മിങ് ആണ്. ഹമ്മിങ്ങിന് വേണ്ടി ഇൻഡെക്സ് ഫിംഗർ ചെവിയിൽ കടത്തി ചെവി ഒന്ന് ടൈറ്റാക്കി വയ്ക്കുക ഈ വിരൽ. അതോടുകൂടി എന്നുള്ള ഹമ്മിങ്ങിനോടുകൂടി വിരൽ നമ്മൾ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 2 ഇൻഡെക്സ് ഫിംഗറും ചെവിയുടെ ഉള്ളിലേക്ക് ചെവി അതൊന്ന് ടൈറ്റ് ആവണ വരെ കടത്തുകയാണ്. ഇനി ഹമ്മിങ്. അതാണ് ഹമ്മിങ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഹമ്മിങ് കാണിക്കുക. ഇനി അടുത്തത് ഈ നടുവിരൽ, സെൻറ്റർ ഫിംഗർ, അത് ചെവിയിലേക്ക് കടത്തുക. ചെവിയിലേക്ക് കടത്തി ഈ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടാണി വിരൽ ഈ നടുവിരലുമേ അടിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 അങ്ങനെ ഒരു 25 30 പ്രാവശ്യം അടിക്കുക. അപ്പോൾ ചെവിയുടെയും എക്സർസൈസ് കഴിഞ്ഞു. എല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ചെവിക്കുള്ള ആരോഗ്യം നിലനിർത്താനും കണ്ണിൻ്റെ ആരോഗ്യം ഇൻക്ലൂഡിങ് ഡ്രൈ ഐസ്, കണ്ണ് ഡ്രൈ ആവുക, ഈ ആ വക കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് ചെവിയുടെ പലർക്കും ഇമ്പ്രൂവ് ചെയ്തിട്ട് തന്നെയുണ്ട്. കാഴ്ചയും ഈ കാറ്ററാക്റ്റൊക്കെ വന്നവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ചെക്ക് ചെയ്തുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട, ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ചെവി കേൾവി കുറവ് അനുഭവപ്പെട്ടവർക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.